സ്ഥാനങ്ങൾ കൂടിക്കൊണ്ട് ഇപ്പോൾ ശരിക്ക് പിന്നെ ഇപ്പോൾ യുവാക്കൾ അടിച്ച് കയറി നമ്മളെ ഇപ്പോൾ നോക്കാൻ മുഖങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഡെയിലി ശരിക്കും 100ഓളം താരം നമസ്കാരം. പിന്നെ നമ്മുടെ സജീവമായ സാന്നിധ്യം ഈ ചിരിയുടെ അല്ലേ ആശാൻ പ്രിയപ്പെട്ട മൊയ്തിയാക്ക ഗൾഫിലേക്ക് പോവാണ്. ഒരു 6-7 മാസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. 5.5 മാസം സജീവമായിട്ട് നമ്മുടെ എല്ലാ മത്സരങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഫിറ്റ് ജീവിതകാലം മുതൽ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ അത്യാവശ്യം കായികപരമായിട്ടൊക്കെ ഐഡിയ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെതായ ബോഡി ഈ പ്രായത്തിലൊക്കെ ഉഷാറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്ന ആളാണ് നാട്ടിലെ എല്ലാ കാര്യത്തിലും. ഇതേപോലെ തന്നെയാണ് നാട്ടിലെ എല്ലാ കാര്യത്തിലും സജീവമാണ്. പള്ളി ആയിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, പൊതുപരിപാടികളായിക്കോട്ടെ, ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതിലൊക്കെ നന്മ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ ഏതായാലും മൊയ്തിയാക്ക വിദേശത്തേക്ക് പോവാണ്. ഷെഫീഖിനെ കുറച്ചു കാലത്തിനും കൂടി മകനെ നമുക്ക് ഇവിടെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. 1.5 മാസം കഴിഞ്ഞ് അവനും കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഏതായാലും അത് കഴിഞ്ഞാൽ മൂപ്പര് നമ്മളെ കൂടെയൊക്കെ മൂപ്പര് തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും യാത്ര സഫലമാവട്ടെ. എല്ലാ ആശംസകളും, ബിസിനസ്സിൽ എല്ലാ ഹയറും ബർക്കത്തൊക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്ന് ഒരു യാത്രയപ്പാണ് അദ്ദേഹത്തിന് നൽകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യം പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പൊക്ക ഇവിടെ എല്ലാവർക്കും അറിയില്ല മുജീബ് സാഹിബില്ലേ നമ്മളെ കൂടെ അല്ലേ ഈ ശരിക്ക് ഇപ്പൊ കണ്ടവർക്ക് യുവത്താണ് മൂപ്പര്. നമ്മളെ കൂടെ സ്റ്റാർട്ടിങ് തുടങ്ങിയാണ്. ഓടാനും ചാടാനും എന്ത് പറഞ്ഞാലും മൂപ്പര് എന്ത് ചെയ്യും, നമ്മളെ മുന്നിട്ട് ഇറങ്ങാൻ എല്ലാവർക്കും ഇപ്പം തയ്യാറാണ് മൂപ്പര്. മൂപ്പർക്ക് എന്ത് ചെയ്യുക, നല്ലൊരു യാത്രയായിട്ട് മൂപ്പര് വ്യാഴാഴ്ചയാണ് പോകേണ്ടത്. ഇന്നല്ല പോകേണ്ടത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ മൂപ്പരിന്ന് പറഞ്ഞ് ബിരിയാണി മൂപ്പര് പറയുന്നത്. ബിരിയാണി വേണ്ട, പിന്നെ ലേറ്റായിട്ട് എന്ത് വല്ലതും മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് മൂപ്പര് എന്ത് വാങ്ങിത്തരാണ് എന്താണ് ഇപ്പോഴും നമ്മൾ തയ്യാറാണ്. പക്ഷെ നമുക്ക് നഷ്ടമാണ് ഇവിടെ അല്ല. ഇത്രയും ആളുകളൊക്കെ നമ്മളെ കൂടെ നിന്ന് താൽക്കാലികമായിട്ട് ജോലി ആവശ്യത്തിന് പോവാണ്. എന്നാലും ജോലിയല്ല ബിസിനസ് ആവശ്യത്തിന് പോവാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് നഷ്ടമാണ് അല്ലേ. നമ്മൾ രാജസ്ഥാനങ്ങൾ കൂടിക്കൊണ്ട് ഇപ്പോൾ ശരിക്ക് പിന്നെ ഇപ്പോൾ യുവാക്കൾ അടിച്ച് കയറി നമ്മളെ ഇപ്പോൾ നോക്കാൻ മുഖങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഡെയിലി ശരിക്കും 100ഓളം താരങ്ങൾ മിക്ക ദിവസങ്ങളും ശരിക്കും എന്താണ് ഇവിടെ വർക്കൗട്ടിലായിരുന്നു. എല്ലാ കഴിവുള്ള ഇത് നിലക്കെ നമുക്ക് എന്നും അല്ലേ റെഡിയല്ല പോരട്ടെ. നമ്മൾ ലക്ഷ്യം മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനി കുറേ സഞ്ചരിക്കാണ്ട് ഇവിടെ മാത്രമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ മാരത്തോൺ പങ്കെടുത്തു. 6ഓളം മാരത്തോണിൽ 5 മാരത്തോൺ നമ്മൾ വിൻ ചെയ്തു അല്ലേ. പിന്നെ ഇനി അടുത്ത ജില്ലാ മീറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2ാം സ്ഥാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2ാം സ്ഥാനത്തേക്ക് എത്തിക്കണം. നിങ്ങൾ കൂടെ നിൽക്കുക, കൂടെ നിൽക്കാൻ നമുക്ക് കണ്ടെടുക്കും. ഓക്കെ മുജീബ് സാഹിബിന് ശരിക്കും എന്ത് ചെയ്യാം നമുക്കറിയാം. അസ്സലാമു അലൈക്കും. എനിക്ക് നിങ്ങളൊക്കെ എന്നേക്കാളും വളരെ പ്രായക്കാരും ചെറിയ ചെറിയ കുട്ടികളാണ്. പക്ഷെ എങ്കിലും എനിക്ക് നിങ്ങളെ ഈ കൂട്ടായ്മ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, അതായത് എനിക്കെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടാൽ അവിടെ അതേ സമയത്ത് നമ്മൾ എന്തൊരു 10 ആളെങ്കിലും ഓടി എത്താതിരിക്കില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ വിജയം. കാരണം പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ട് വപ്പാക്കാൻ്റെ ടീമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വന്ന് 2ാമത്തെ ദിവസം തന്നെ കൂടി. ഇപ്പം 5.5 മാസം ഞാൻ ഇപ്പോൾ ഈ ടീമിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ നിലക്കും നമുക്ക് സ്വന്തമായിട്ടുള്ള ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വേണ്ടതാണ്. നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് ഉണ്ടാവണം. അല്ല നമുക്കൊരാൾ പറഞ്ഞു തന്നൊരു വീട്ടുകാർ നിർബന്ധിച്ച് പോയാലും പറ്റില്ല. നമ്മൾ സ്വന്തം മനസ്സിൽ ആരോഗ്യവും ഈ ഭാഗത്തും രണ്ടും നമ്മളെ മനുഷ്യനിൽ നമ്മൾ സ്വന്തമായിട്ട് കാണുന്നതാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ഗ്രൂപ്പും നമ്മളെ ഇതും എല്ലാവർക്കും ഒരു ഒത്തൊരുമയോട് കൂടി നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു.
അസ്സലാമു കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ടീം എന്നും ഇതേമാതിരി പ്രവാസികളായിട്ടും നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട് എന്നും നിലനിന്ന് പോട്ടെ. കൂടുതൽ ശക്തമായിട്ട് ഇങ്ങനൊരു ടീം ഉണ്ടാവട്ടെ. ഓക്കെ, അത്ര പറയാനുള്ളൂ. എല്ലാവർക്കും ഒരു 3-4 ആളും കൂടി നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്കൗട്ടിന് ശേഷം നമ്മുടെ മൂർക്കത്ത് മൊയ്തീൻ സാഹിബ്, അതായത് നമ്മുടെ അമ്മാവനാണ്, അപ്പോൾ ഗൾഫിലേക്ക് ജോലി ആവശ്യത്തിന് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള യാത്രയപ്പോഴാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏതായാലും അദ്ദേഹത്തിന് പോകുന്നതിന് സങ്കടമുണ്ട്, ഇങ്ങനെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂടാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. ഈ ഗ്രൂപ്പിൽ വന്നിട്ട്